പ്രാണനിൽ പ്രണയ നീർനിലാത്തുള്ളി വീണലിഞ്ഞു തനിയെ ശരിക്കും പമ്പാ നദിയുടെ ഈ തീരത്ത് ഞങ്ങൾ ഇറങ്ങി. ശരിക്കും വെള്ളം ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ ചെരുപ്പില്ലാതെ നടന്ന് കയ്യും കാലൊക്കെ നല്ല വേദനിച്ചു. പക്ഷെ എന്നാലും ഷൂട്ടിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റിൽ പ്രവീൺ ചേട്ടൻ്റെയും ഷാജുക്കയുടെയും ആ ഒരു സപ്പോർട്ടിൽ ഞാനും അപൂർവയും ചെരുപ്പിടാതെ ആ കല്ലിൻ്റെ ഇടയിൽ നിന്ന് ഡാൻസ് കളിച്ചത് ശരിക്കും അന്നേരം നല്ല വേദനയായിരുന്നു. പക്ഷെ നമ്മുടെ തളിർന്ന് പറഞ്ഞ ആൽബം ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയപ്പം 1,00,000 മുകളിൽ വ്യൂസൊക്കെ വന്നപ്പം നമ്മളാ കഷ്ടപ്പെട്ടതിന് ഒരു ഫലമുണ്ടെന്ന് തോന്നി. മേക്കപ്പ് മാൻ വിജയേട്ടനും നമ്മുടെ വില്ലൻ എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് നിന്നു. അതുകൊണ്ട് ഒരു ഇപ്പോൾ ഈ ബിഹൈൻഡ് ദ സീൻ കാണുമ്പം ശരിക്കും ഒരു സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം, മലവെള്ളം വരാം. ഭയങ്കര ഒരു റിസ്ക്കിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഓർക്കുമ്പം മനസ്സിന് ഒരു ചാരിതാർത്ഥ്യമൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും അപൂർവയുടെ കൂടെ ഡാൻസ് കളിക്കുമ്പം നമുക്കിങ്ങനെ ഡാൻസ് കളിക്കാൻ അറിയത്തൊന്നുമില്ല. എന്നാലും അപൂർവ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് തന്നെ. Something deep within, something lets me emerge from ഇതുപോലെ ക്ഷമയുള്ളൊരു ക്യാമറമാനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഷാജഹാൻ സമ്മതിക്കണം. എൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഓരോ തെറ്റുണ്ടാകുമ്പം പ്രവീൺ ചേട്ടൻ ദേഷ്യപ്പെടുമ്പം അതിനെയൊക്കെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നേരിട്ട് എന്തൊരു ക്ഷമയാണ് ഈ മനുഷ്യന്. സമ്മതിച്ചിരിക്കണം. അപൂർവയിൽ കളിക്കുന്ന ക്ലാസിക്കൽ സ്റ്റെപ്പൊന്നും നമുക്ക് വഴങ്ങാത്തതുകൊണ്ട് അവസാനം പ്രവീൺ ചേട്ടൻ പറഞ്ഞു, നീ ഒന്ന് ഷോൾഡറൊക്കെ ആക്കി നിന്നാൽ മതി, ബാക്കി ഞാൻ എഡിറ്റിങ്ങിൽ പിടിച്ചോളാന്ന്. ഇപ്പം നമ്മുടെ വില്ലൻ അരുൺ വരുവേ. എൻ്റെ വേഷം ആയോന്ന് ചോദിച്ചേ. വീട്ടിലെത്തിയാ